There are four CPU scheduling algorithms: FCFS, SJF, Priority and Round Robin. ഈ വീഡിയോയിൽ റൗണ്ട് റോബിൻ CPU സ്കെഡ്യൂളിംഗ് അൽഗോരിതത്തിന്റെ C ഇംപ്ലിമെന്റേഷൻ ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ ചെക്ക് ചെയ്യുക. സപ്പോസ് 4 പ്രോസസ്സ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. അതിന്റെ പ്രോസസ് ഐ ഡി 0, 1, 2, 3 ആണെന്നും അസ്യൂം ചെയ്യുക. അതിന് കറസ്പോണ്ടിങ് പാസ് ടൈം 20, 25, 10, 15 ആണ്. ദെൻ ഒരു ടൈം ക്വാണ്ടം സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ഇവിടെ ടൈം ക്വാണ്ടം 10 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. 10 നാനോ സെക്കൻഡ് ഫസ്റ്റ് പ്രോസസ്സിന് എക്സിക്യൂട്ട് ചെയ്യാൻ കൊടുക്കും. അതിനുശേഷം സെക്കൻഡ് പ്രോസസ്സിന് അടുത്ത 10 നാനോ സെക്കൻഡ് കൊടുക്കും ആൻഡ് സോ ഓൺ. സോ ഇവിടുത്തെ ബേഴ്സ്റ്റ് ടൈമിന്റെ എല്ലാം ഒരു കോപ്പി എടുത്ത് ടെമ്പററി ബേഴ്സ്റ്റ് ടൈം എന്ന് പറയുന്ന ഫീൽഡിലേക്ക് പ്ലേസ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ വെയിറ്റിംഗ് ടൈമും ടേൺ അറൗണ്ട് ടൈമും കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇവിടെ എക്സ്, വൈ, ഐ എന്ന് പറയുന്ന 3 വേരിയബിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. എക്സ് എന്ന് പറഞ്ഞാൽ അറ്റ് പ്രസന്റ് നമ്മൾ ഏത് ടൈമിലാണ് നിൽക്കുന്നത്. ഇനിഷ്യലി 0th ടൈമിലാണ് നിൽക്കുക. y ഈക്വൽ ടു 0 മീൻസ് അറ്റ് പ്രസന്റ് എത്ര പ്രോസസ്സുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പ്രോസസ്സും കംപ്ലീറ്റ് ആയിട്ടില്ല. സോ y is equal to 0. Then I at present ഏത് പ്രോസസ്സാണ് പ്രോസസ്സ് ചെയ്യാൻ പോകുന്നത്. ഇനിഷ്യലി 0th പ്രോസസ്സാണ് പ്രോസസ്സ് ചെയ്യാൻ പോകുന്നത്. ദെൻ നമ്മൾ ചെയ്യുന്നു 0th പ്രോസസ്സ് എടുക്കുന്നു. ഇപ്പോൾ 0th പ്രോസസ്സാണ്. അതിന് 10 നാനോ സെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്യാൻ കൊടുക്കുന്നു. അപ്പോൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ബാലൻസ് 10 ടൈമേ അവിടെ ബാലൻസ് ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ 10 നാനോ സെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്ത് 10th ടൈമിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ദെൻ ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് 1 ആക്കുന്നു. ദെൻ ഫസ്റ്റ് പ്രോസസ്സിന് എക്സിക്യൂട്ട് ചെയ്യാൻ കൊടുക്കുന്നു 10 നാനോ സെക്കൻഡ്. ഇപ്പൊ 25 എന്നുള്ളത് 15 ആയിട്ട് മാറും. എക്സ് എന്നുള്ളത് 10 കൂടെ ഇൻക്രിമെന്റ് ചെയ്ത് 20 ആയിട്ട് മാറും. ദെൻ നെക്സ്റ്റ് പ്രോസസ് 2. സോ ഇനി പ്രോസസ് 2ന് ചാൻസ് കൊടുക്കുന്നു. അത് 10 നാനോ സെക്കൻഡ് ആണ് ഓൾറെഡി അവിടെ ബേഴ്സ്റ്റ് ടൈം എടുക്കുന്നത്. സോ ആ ടൈം ക്വാണ്ടം കംപ്ലീറ്റ് ആവുന്നതോടുകൂടി ആ പ്രോസസ് കംപ്ലീറ്റഡ് ആവുന്നു. അതിന്റെ ബാലൻസ് ടൈം എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ എക്സ് എന്ന് പറയുന്നത് 30ലേക്ക് സ്വിച്ച് ചെയ്യുന്നു. ദെൻ നമ്പർ ഓഫ് പ്രോസസ് ഇപ്പോൾ ഒരെണ്ണം കംപ്ലീറ്റഡ് ആയി. സോ y ഈക്വൽ ടു 1 ആക്കുന്നു. വൺസ് ഒരു പ്രോസസ് കംപ്ലീറ്റഡ് ആയി കഴിഞ്ഞാൽ ആ പ്രോസസ്സിന് കറസ്പോണ്ടിങ് ടേൺ അറൗണ്ട് ടൈമും വെയിറ്റിംഗ് ടൈമും കാൽക്കുലേറ്റ് ചെയ്യണം. ടേൺ അറൗണ്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ടൈമായ 30 ആണ്. ദെൻ വെയിറ്റിംഗ് ടൈം മീൻസ് ടേൺ അറൗണ്ട് മൈനസ് ബേഴ്സ്റ്റ് ടൈം. നമ്മൾ ഓൾറെഡി ഈ പ്രോസസ് 2ന്റെ ബേഴ്സ്റ്റ് ടൈമിന്റെ ഒരു കോപ്പി എടുത്ത് ടെമ്പററി ബേഴ്സ്റ്റ് ടൈം എന്ന് പറഞ്ഞ ഫീൽഡിൽ വെച്ചിട്ടുണ്ട്. അതായത് 10 ആയിരുന്നു അതിന്റെ ഇനിഷ്യൽ ബേഴ്സ്റ്റ് ടൈം. സോ 30 മൈനസ് 10 20 ആയിരിക്കും അതിന്റെ കറസ്പോണ്ടിങ് വെയിറ്റിംഗ് ടൈം. ദെൻ ഐ ഇൻക്രിമെന്റ് ചെയ്ത് 3 ആകുന്നു. തേർഡ് പ്രോസസ്സിലേക്ക് പോകുന്നു. സോ അതിന് 10 നാനോ സെക്കൻഡ് കൊടുക്കുന്നു. ബാലൻസ് 5 ആണ് വരിക. സോ എക്സിന്റെ വാല്യൂ 40ലേക്ക് സ്വിച്ച് ചെയ്യുന്നു. ഇപ്പോൾ എല്ലാ പ്രോസസ്സിനും ഒരു പ്രാവശ്യം ചാൻസ് കൊടുത്തു. ഐയുടെ വാല്യൂ 3 ആണ്. അതിന് ഇനി 0യിലേക്ക് സ്വിച്ച് ചെയ്യുന്നു. ഇനി 0th പ്രോസസ്സാണ് എക്സിക്യൂട്ട് ചെയ്യുക. അതിന് 10 ടൈം ക്വാണ്ടം എക്സിക്യൂട്ട് ചെയ്യാൻ കൊടുക്കുന്നു. അപ്പോൾ ബാലൻസ് 0, എക്സ് എന്നുള്ളത് 50യിലേക്ക് അപ്ഡേറ്റഡ് ആകും. ഇപ്പോൾ ഈ പ്രോസസ്സും കംപ്ലീറ്റഡ് ആയി. സോ y ഈക്വൽ ടു 2i. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് ടേൺ അറൗണ്ട് ടൈമും വെയിറ്റിംഗ് ടൈമും ഫില്ല് ചെയ്യണം. ടേൺ അറൗണ്ട് ഈസ് കറന്റ് വാല്യൂ ഓഫ് എക്സ് 50 ആണ്. വെയിറ്റിംഗ് ഈസ് 50 മൈനസ് 20, 30 ആണ് വെയിറ്റിംഗ് ടൈം. ദെൻ ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് 1 ആക്കുന്നു. ദെൻ ഫസ്റ്റ് പ്രോസസ്സിലേക്ക് വരുന്നു. അത് 15 ആണ്. 10 ടൈം അത് 10 നാനോ സെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്യാൻ കൊടുക്കുന്നു. അപ്പോൾ 5 ആണ് ബാലൻസ്. എക്സിന്റെ വാല്യൂ 60യിലേക്ക് അപ്ഡേറ്റഡ് ആയി. ഇനി നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് വരുന്നു. പ്രോസസ് 2ന്റെ കേസിൽ ബേഴ്സ്റ്റ് ടൈം 0 ആണ്. സോ അതെടുക്കുന്നില്ല. സോ നെക്സ്റ്റ് പ്രോസസ് 3. തേർഡിന്റെ ബേഴ്സ്റ്റ് ടൈം 5 ആണ്. സോ ഇതിന് 5 ആവശ്യമുള്ളൂ. ആവശ്യമുള്ളത് മാത്രം കൊടുക്കുന്നു. സോ ബാലൻസ് ടൈം 0 ആകുന്നു. 60 എന്നുള്ളത് 65 ആകുന്നു. ഇപ്പോൾ ഈ പ്രോസസ് കംപ്ലീറ്റഡ് ആയി. തേർഡ് പ്രോസസ്സും കംപ്ലീറ്റഡ് ആയി. സോ ടേൺ അറൗണ്ട് ടൈം ഈസ് 65 ആൻഡ് വെയിറ്റിംഗ് ടൈം ഈസ് 65 മൈനസ് 15. ഇറ്റ് ഈസ് 50. ഐ ഇപ്പോൾ ലാസ്റ്റ് പ്രോസസ് ആണ്. സോ ഇതിനെ നമ്മൾ 0യിലേക്ക് റീസെറ്റ് ചെയ്യുന്നു. ദെൻ നോക്കുന്നു അതിന്റെ ബേഴ്സ്റ്റ് ടൈം 0 ആണ്. സോ ഐ ഇൻക്രിമെന്റ് ചെയ്ത് നെക്സ്റ്റിലേക്ക് വരുന്നു. അതിന്റെ ബേഴ്സ്റ്റ് ടൈം 5 ആണ്. സോ 5 നാനോ സെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്യാൻ കൊടുക്കുന്നു. അപ്പോൾ ഈ പ്രോസസ്സും കംപ്ലീറ്റഡ് ആവും. 65 എന്നുള്ളത് 70 ആയിട്ട് മാറും. ദെൻ ഈ പ്രോസസ് കംപ്ലീറ്റഡ് ആയതുകൊണ്ട് വൈയുടെ വാല്യൂ 4 ആണ്. വൺസ് കംപ്ലീറ്റഡ് ആയാൽ ടേൺ അറൗണ്ട് ടൈം ഈസ് 70 and the waiting time is 70 minus
25. It is 45. അറ്റ് പ്രസന്റ് എല്ലാ പ്രോസസ്സിന്റെയും എക്സിക്യൂഷൻ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഈ ഒരു പ്രൊസീജിയർ യൂസ് ചെയ്താണ് റൗണ്ട് റോബിൻ സി പി യു സ്കെഡ്യൂളിംഗിൽ വെയിറ്റിംഗ് ടൈം ആൻഡ് ടേൺ അറൗണ്ട് ടൈം ഓഫ് ഓൾ പ്രോസസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി ഇതിന് കറസ്പോണ്ടിങ് പ്രോഗ്രാം ചെക്ക് ചെയ്യുക. ഇതാണ് പ്രോഗ്രാം. ഇവിടെ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പ്രോസസ്സിന് വേണ്ടി. അത് പ്രോസസ്സിന്റെ ID ഉണ്ട്, ബേഴ്സ് ടൈം ഉണ്ട്. ബേഴ്സ് ടൈമിന്റെ ഒരു കോപ്പി TBT-യിലേക്ക് പ്ലേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ വെയിറ്റിംഗ് ടൈമും ടേൺ അറൗണ്ട് ടൈമും ഉണ്ട്. ദെൻ പ്രോസസ്സിന് വേണ്ടി ഒരു സ്ട്രക്ചർ അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് P. ദെൻ ഇനിഷ്യലി നമ്പർ ഓഫ് പ്രോസസ് എന്നിലേക്ക് റീഡ് ചെയ്യുന്നു. ദെൻ ഓരോ പ്രോസസ്സിന്റെയും പ്രോസസ് IDയും ബേഴ്സ് ടൈമും റീഡ് ചെയ്യുന്നു ഈ ഫോർ ലൂപ്പ് യൂസ് ചെയ്ത്. ദെൻ ആ ബേഴ്സ് ടൈം എടുത്ത് TBT എന്ന് പറയുന്ന ഫീൽഡിലേക്ക് പ്ലേസ് ചെയ്യുന്നു. ഒരു കോപ്പി ബേഴ്സ് ടൈമിന്റെ ഒരു കോപ്പി TBT-യിലേക്ക് പ്ലേസ് ചെയ്യുന്നു. ദെൻ ടൈം ക്വാണ്ടം TQ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് പ്ലേസ് ചെയ്യുന്നു. ദെൻ X, Y ആൻഡ് I 3 വേരിയബിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. എക്സ് റെപ്രസെന്റ് ചെയ്യുന്നത് ഏത് ടൈമിലാണ് നമ്മൾ നിൽക്കുക എന്നുള്ളതാണ്. ഇനിഷ്യലി 0th ടൈമിലാണ്. Y റെപ്രസെന്റ് ചെയ്യുന്നത് എത്ര പ്രോസസ് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇനിഷ്യലി ഒരു പ്രോസസ്സും കംപ്ലീറ്റ് ആയിട്ടില്ല. സോ Y ഈക്വൽ ടു 0. ദെൻ I അറ്റ് പ്രസന്റ് ഏത് പ്രോസസ്സാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ കൊടുക്കാൻ പോകുന്നത്. സോ 0th പ്രോസസ്സാണ് ചെയ്യാൻ പോകുന്നത്. സോ I ഈക്വൽ ടു 0. ദെൻ ഒരു ഇൻഫിനിറ്റ് വൈൽ ലൂപ്പാണ്. വൈൽ ലൂപ്പിലേക്ക് വൺസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ith പ്രോസസ്സാണ് എൻ്റർ ചെയ്യണമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ഓപ്പറേഷൻ പെർഫോം ചെയ്ത് ലാസ്റ്റ് പാർട്ടിൽ വെച്ച് I അപ്ഡേറ്റ് ചെയ്യുന്നു. ഇഫ് I is equal to n-1 ലാസ്റ്റ് പ്രോസസ് ആണെങ്കിൽ I എന്ന് പറയുന്നത് നെക്സ്റ്റ് ഐറ്ററേഷനിലേക്ക് വേണ്ടത് 0th പ്രോസസ് ആയിരിക്കും. ഇനി അല്ലാത്ത എല്ലാ കേസിലും I എന്ന് പറയുന്നത് I+1 ആയിരിക്കും. ഇപ്പോൾ കറന്റ് വൈൽ ലൂപ്പിലേക്ക് 0th പ്രോസസ് ആണ് കയറിയതെങ്കിൽ ഈ എൽസിലേക്ക് വന്ന് നെക്സ്റ്റ് ഐറ്ററേഷന് വേണ്ടി 0+1 അതായത് ഫസ്റ്റ് പ്രോസസ് ആയിരിക്കും നെക്സ്റ്റ് ഐറ്ററേഷനിലേക്ക് പോകേണ്ടത്. ഇനിയിപ്പോൾ ഫസ്റ്റ് പ്രോസസ് ആണ് കറന്റ് വൈൽ ലൂപ്പിലേക്ക് വന്നതെങ്കിൽ I+1 ചെയ്യുമ്പോൾ സെക്കൻഡ് പ്രോസസ് ആയിരിക്കും നെക്സ്റ്റ് ഐറ്ററേഷനിൽ. അപ്പോൾ ആദ്യം 0 ചെയ്യും, പിന്നെ 1 ചെയ്യും, 2 ചെയ്യും, അങ്ങനെ പോയി ലാസ്റ്റ് വരെ എത്തും. വൺസ് ലാസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും 0യിലേക്ക് I പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പാർട്ടാണ് പ്രോസസ്സിന്റെ നെക്സ്റ്റ് ഐറ്ററേഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ദെൻ വൈൽ ലൂപ്പിലേക്ക് എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ith ബേഴ്സ് ടൈം ഗ്രേറ്റർ ദാൻ 0 ആണ്. അതായത് എന്തെങ്കിലും എക്സിക്യൂട്ട് ചെയ്യാൻ ബാലൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. അങ്ങനെ ബാലൻസ് ഉണ്ടെങ്കിൽ രണ്ട് കേസ് ഉണ്ട്. ഫസ്റ്റ് കേസ് ബേഴ്സ് ടൈം ഈസ് ഗ്രേറ്റർ ദാൻ ടൈം ക്വാണ്ടം. ടൈം ക്വാണ്ടത്തെക്കാളും ഗ്രേറ്റർ ആവുന്ന കേസും ടൈം ക്വാണ്ടത്തെക്കാളും ലെസ്സോ ഈക്വലോ ആവുന്ന കേസ്. ഫസ്റ്റ് ടൈം ക്വാണ്ടത്തെക്കാളും ഗ്രേറ്റർ ഉള്ള കേസ് ചെക്ക് ചെയ്യാം. നമ്മളെടുത്ത എക്സാമ്പിൾ ടൈം ക്വാണ്ടം 10 നാനോ സെക്കൻഡ് ആയിരുന്നു. അപ്പോൾ 10ലും വലിയൊരു നമ്പർ വന്നു കഴിഞ്ഞാൽ ബേഴ്സ് ടൈം എന്ന് പറയുന്നത് കറന്റ് ബേഴ്സ് ടൈമിൽ നിന്ന് ആ ടൈം ക്വാണ്ടം 10 സബ്ട്രാക്ട് ചെയ്യുന്നു. അതുപോലെ എക്സിലേക്ക് ആ 10 ആഡ് ചെയ്യുന്നു. അതാണ് ചെയ്തത്. ഈ രണ്ട് ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. ദെൻ ഇനിയിപ്പോൾ ബേഴ്സ് ടൈം എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടൈം ക്വാണ്ടം ആണെങ്കിൽ ആണ് ഈ ഒരു പാർട്ട് എക്സിക്യൂട്ട് ചെയ്യുക. ആ കേസിൽ ഇപ്പോൾ എത്രയാണ് പ്രോസസ്സിന്റെ ബേഴ്സ് ടൈം അത് 10 താഴെയോ ഉള്ളൊരു നമ്പർ ആയിരിക്കും. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് അത്രയും വാല്യൂ അപ്ഡേറ്റ് ചെയ്യുന്നു. ഇപ്പൊ 5 ഉള്ളുവെങ്കിൽ 5 അപ്ഡേറ്റ് ചെയ്തു, 7 ആണെങ്കിൽ 7 വെച്ച് ആഡ് ചെയ്ത് എക്സിന്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യുന്നു. എനിവേ ഇപ്പോൾ ആ പ്രോസസ് കംപ്ലീറ്റഡ് ആയി. സോ ബേഴ്സ് ടൈം അതിന്റെ 0 ആയി. ഇനി 0 ആയി കഴിഞ്ഞാൽ നമ്മൾ ടേൺ അറൗണ്ട് ടൈമും വെയിറ്റിംഗ് ടൈമും കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ടേൺ അറൗണ്ട് എന്ന് പറയുന്നത് ആ എക്സിന്റെ വാല്യൂ ആയിരിക്കും. വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് ടേൺ അറൗണ്ട് മൈനസ് ആ ബേഴ്സ് ടൈം ആണ്. ഇനിഷ്യൽ ബേഴ്സ് ടൈം TBT-യിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ ആ ബേഴ്സ് ടൈം ടേൺ അറൗണ്ടിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുന്നു. അങ്ങനെ ആ പ്രോസസ്സിന്റെ ടേൺ അറൗണ്ടും വെയിറ്റിംഗും കാൽക്കുലേറ്റ് ചെയ്തു. ഒരു പ്രോസസ് കംപ്ലീറ്റഡ് ആയതുകൊണ്ട് Y-യുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുന്നു. ഇനി വൺസ് Y ഈക്വൽ ടു n പ്രോസസ്സും കംപ്ലീറ്റ് ആയെങ്കിൽ ഇനിഷ്യലി Y-യുടെ വാല്യൂ 0 ആണ്. ഓരോ പ്രോസസ്സും കംപ്ലീറ്റ് ആകുമ്പോൾ Y-യുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുന്നു. വൺസ് Y is equal to n ആവുന്ന കേസിൽ എല്ലാ പ്രോസസ്സും കംപ്ലീറ്റഡ് ആയി എങ്കിൽ ബ്രേക്ക് ചെയ്യുക. ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈൽ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയി പുറത്തോട്ട് വരിക. ദെൻ ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് വേണ്ട പ്രോസസ് ID, ബേഴ്സ് ടൈം, വെയിറ്റിംഗ് ടൈം ആൻഡ് ടേൺ അറൗണ്ട് ടൈം എല്ലാം ഈ ലൂപ്പിൽ വെച്ച് പ്രിന്റ് ചെയ്യുന്നു. ഇതാണ് റൗണ്ട് റോബിനിന്റെ പ്രോഗ്രാം. റൺ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് പ്രോസസ് 4, ഓരോ പ്രോസസ്സിന്റെ പ്രോസസ് IDയും ബേഴ്സ് ടൈം എൻ്റർ ചെയ്യണം. 0, 20, 1, 25,
2, 10, 3, 50. ഇതിന്റെ ടൈം ക്വാണ്ടം 10 ആണെന്ന് അസ്യൂം ചെയ്യുക. എങ്കിൽ ഇതാണ് റിസൾട്ട് കിട്ടുക. ഇപ്പോൾ പറഞ്ഞ പ്രൊസീജിയർ യൂസ് ചെയ്ത് ഓരോ പ്രോസസ്സിന്റെയും വെയിറ്റിംഗ് ടൈമും ടേൺ അറൗണ്ട് ടൈമും കാൽക്കുലേറ്റ് ചെയ്യുന്നു. താങ്ക് യു.